നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിൽ ഇന്നലെ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ 80 യാത്രക്കാരുണ്ടായിരുന്ന വിമാനം തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ 19 യാത്രക്കാർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില അതീവ ഗുരുതരം. 4 ക്യാബിൻ ക്രൂ അടക്കം 80 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. യുഎസിലെ മിനിയപ്പലിസിൽ നിന്ന് ടൊറന്റോയിലെത്തിയ ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഞ്ഞുമൂടിയ റൺവേ, അതിശക്തമായ കാറ്റ്. കനത്ത കാറ്റിനെ തുടർന്നാണ് വിമാനം തലകീഴായി മറിഞ്ഞത്. മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചപരിധിയും കുറവായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് റൺവേയിൽ തലകീഴായി മറിയുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ യാത്രക്കാർ പറയുന്നു, ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ കഠിനമായ ഒരു അപകടമായിരുന്നു അതെന്ന് യാത്രക്കാർ പറയുന്നു. വിമാനം നിലത്തിടിക്കുന്നു, പിന്നീട് തലകീഴായി മറിയുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് യാത്രക്കാർ വവ്വാലുകൾ പോലെ സീറ്റ് ബെൽറ്റിൽ വിമാനത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. വിമാനം പൂർണ്ണമായി നിന്നപ്പോൾ യാത്രക്കാരിൽ മിക്കവരും സീറ്റ് ബെൽറ്റിൽ കുടുങ്ങി വിമാനത്തിന് മുകൾ വശത്തായി സീറ്റിൽ തൂങ്ങിക്കിടക്കുന്നു. വവ്വാലുകൾ കൊരുത്തു കിടക്കുന്നത് പോലെയായിരുന്നു ആ കാഴ്ചയെന്ന് യാത്രക്കാർ പറയുന്നു. എത്രയും പെട്ടെന്ന് സീറ്റ് ബെൽറ്റിന്റെ കൊളുത്തുകൾ മാറ്റി താഴേക്ക് ചാടി എമർജൻസി വാതിലിലൂടെ രക്ഷപ്പെടാനായിരുന്നു പിന്നീട് ഓരോ യാത്രക്കാരന്റെയും ശ്രമം. സീറ്റ് ബെൽറ്റിന്റെ കൊളുത്തഴിച്ചു മാറ്റി നിലത്തേക്ക് തള്ളി വീഴ്ത്താൻ സഹയാത്രികരെ പലരും സഹായിച്ചു. വിമാനം തകർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതൊരു തീഗോളമായി മാറി. എന്നാൽ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ യാത്രക്കാർ സുരക്ഷിതരായി പുറത്തെത്തിയിരുന്നു. പരിക്കേറ്റ 18 യാത്രക്കാരെ പ്രാദേശിക ആശുപത്രികളിലേക്ക് മാറ്റി എന്ന് അധികൃതർ പറഞ്ഞു. അതിഗുരുതരമായി പരിക്കേറ്റ 3 യാത്രക്കാരെ പെട്ടെന്ന് തന്നെ എയർലിഫ്റ്റ് ചെയ്യാനും അവരെ ടൊറന്റോ ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി മാറ്റാനും കഴിഞ്ഞുവെന്നാണ് അധികൃതരുടെ റിപ്പോർട്ട്. വിമാനം പൂർണ്ണമായി നിന്നപ്പോൾ മിക്ക യാത്രക്കാരും തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു സീറ്റുകളിൽ. അവർ വിമാനത്തിന്റെ സീറ്റ് ബെൽറ്റിന്റെ കൊളുത്തുകൾ സ്വയം അഴിച്ചുമാറ്റി വിമാനത്തിന്റെ സീലിംഗിലേക്ക് എടുത്തു ചാടി. പിന്നീട് വാതിലിലേക്ക് ഒരു ബീപ്പ് ലൈൻ ഉണ്ടാക്കി. വായുവിൽ ജെറ്റ് ഇന്ധനത്തിന്റെ ഗന്ധം നിറഞ്ഞിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. ജെറ്റ് ഇന്ധനത്തിന്റെ ഗന്ധം ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു തീപിടുത്തമുണ്ടാകാം എന്നതുകൊണ്ട് തന്നെ യാത്രക്കാർ ഭയന്നു. ഏതുവിധേനയും പുറത്തെത്താനുള്ള വെപ്രാളമായിരുന്നു പിന്നീട് യാത്രക്കാർക്ക്. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 2 റൺവേകൾ അടച്ചിടുമെന്ന് വിമാനത്താവള സിഇഒ പറഞ്ഞു. വിമാനങ്ങൾ ഇന്നലെ ഏറെ അനിശ്ചിതമായി വൈകി. വീരോചിതമായ പ്രഥമ ശുശ്രൂഷയാണ് പിയേഴ്സൺ എയർപോർട്ടിലെ അഗ്നിശമന സേനാ വിഭാഗം നൽകിയത്. അതുതന്നെയാണ് അപകടമരണം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം. ഒരു വിമാനം തകർന്നു വീണു എന്ന വാർത്ത കിട്ടി നിമിഷങ്ങൾക്കകം രക്ഷാപ്രവർത്തകർ അവിടെ ചീറിയെത്തി. വിമാനത്താവളത്തിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ കൃത്യതയോടെ നിർവഹിച്ചത്. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ കൃത്യമായ ഒരു പാഠപുസ്തക പ്രതികരണ സംവിധാനം തങ്ങൾക്കുണ്ട് എന്ന് ടൊറന്റോ പിയേഴ്സൺ അധികൃതർ പറയുന്നു. ഡെൽറ്റ എയർലൈൻസ്, ഫയർ, പോലീസ് വകുപ്പുകൾ, പാരാമെഡിക്കൽ, സുരക്ഷ, ഫെഡറൽ ഏജൻസി പങ്കാളികൾ എന്നിവരുൾപ്പെടുന്ന ഒരു ഏകോപന സംവിധാനമാണ് പിയേഴ്സൺ എയർപോർട്ടിൽ ഇത്തരം ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. വിമാനം തകർന്നു വീണ് നിമിഷങ്ങൾക്കുള്ളിൽ ഈ വിമാനത്തിന് മുകളിൽ ഒരു മെഡിക്കൽ ഹെലികോപ്റ്റർ എത്തി. വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ അപകടഘട്ടത്തിലായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപകടഘട്ടത്തിലായ വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നൽകുകയും തുടർന്നൊരു മെഡിക്കൽ ഹെലികോപ്റ്ററിനോട് സഹായത്തിനായി അവിടെ എത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഒരു ഘട്ടത്തിൽ ഹെലികോപ്റ്റർ പൈലറ്റ് പറയുന്നുണ്ട്, വിമാനം തലകീഴായി കുത്തി വീഴുകയാണ്. ടൊറന്റോയിൽ ഇക്കഴിഞ്ഞ ദിവസം മുഴുവൻ ശക്തമായി കാറ്റ് വീശി. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി അതിശക്തമായ മഞ്ഞുവീഴ്ച. തുടർച്ചയായ ശൈത്യകാല കൊടുങ്കാറ്റുകളാണ് ഇപ്പോൾ കാനഡയുടെ ചില മേഖലകളിൽ കാണപ്പെടുന്നത്. വളരെ ഉയർന്ന മഞ്ഞുപാളികൾ കൊണ്ട് ഇപ്പോൾ പല പ്രദേശങ്ങളും മൂടപ്പെട്ടിരിക്കുന്നു. മഞ്ഞുവീഴ്ച യാത്രകളെ തടസ്സപ്പെടുത്തി. സ്കൂളുകൾ അടച്ചു. തെരുവുകളും നടപ്പാതകളുമൊക്കെ വൃത്തിയാക്കാൻ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വലിയ തടസ്സങ്ങൾ നേരിടുന്നു. എന്റെ മക്കൾ താമസിക്കുന്ന കാനഡയിലെ ടൊറന്റോയ്ക്കടുത്തുള്ള ബാരി എന്ന സ്ഥലത്താണ്. ഇന്നലെ മോൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോയിൽ മഞ്ഞുവീഴ്ചയുടെ ശക്തി കൃത്യമായി കാണിക്കുന്നുണ്ട്. അവൾ വീട്ടിലിരുന്ന് വീടിന് ചുറ്റും വന്ന് വീഴുന്ന മഞ്ഞിന്റെ ദൃശ്യങ്ങളാണ് എനിക്ക് അയച്ചു തന്നത്. കണ്ടോ പപ്പ, നോക്ക്, look how much snow there is. And then wait. Kando. It's full here.
അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പിയേഴ്സൺ എയർപോർട്ടിൽ നിന്നുള്ള ഈ ദുരന്ത വാർത്ത കേട്ടത്. കാനഡ യാത്രയിൽ എപ്പോഴും പിയേഴ്സൺ എയർപോർട്ടിലാണ് ചെന്നിറങ്ങാറുള്ളത്. ഫ്ലൈറ്റ് ചാർജ് കുറവുള്ളതുകൊണ്ട് അമേരിക്കയിലെ ഏതെങ്കിലും വിമാനത്താവളങ്ങളിൽ ചെന്നിറങ്ങി പിന്നീട് പിയേഴ്സണിലേക്ക് യാത്ര ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന അപകടം കൂടുതൽ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ടൊറന്റോ മേഖലകളിൽ അതിശക്തമായ മഞ്ഞുവീഴ്ച ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ട് എന്ന് കുട്ടികളും അവിടെയുള്ള സുഹൃത്തുക്കളുമൊക്കെ എന്നോട് പറഞ്ഞു. ഇന്ന് അതിരാവിലെ കാനഡ പിയേഴ്സൺ എയർപോർട്ടിലെ എയർ ഇന്ത്യ മാനേജർ ജോഫി ഫിലിപ്പ് എന്നെ വിളിച്ചു. ഇന്നലെ നടന്ന അപകടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എന്നോട് വിശദമായി സംസാരിച്ചു. ചില ചിത്രങ്ങളും അയച്ചു തന്നു. ടൊറന്റോയുടെ ചില മേഖലകളിൽ ഇന്നലെ പെയ്തിറങ്ങിയത് 25 സെന്റിമീറ്റർ മഞ്ഞാണ്. ഓരോ വീടുകളുടെയും മുന്നിൽ ഒരാൾക്കൊപ്പം പൊക്കത്തിൽ മഞ്ഞു വീണ് കിടക്കുന്നു. ടൊറന്റോ മേഖലയിൽ ഇന്നലെ ഒരൊറ്റ ദിവസം 200ഓളം വാഹനങ്ങളാണ് മഞ്ഞുവീഴ്ചയിൽ കൂട്ടിയിടിച്ചത്. 150 വാഹനങ്ങൾ പല മേഖലകളിലായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. വടക്കൻ സെസ്കാച്ചുവാനിലെ താപനില കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. -48.5 ഡിഗ്രി സെന്റിഗ്രേഡ്. പല സ്ഥലങ്ങളിലും -40 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലാണ് ഇപ്പോൾ താപനില. ചില സ്ഥലങ്ങളിൽ 35 സെന്റിമീറ്ററിലധികം മഞ്ഞുവീഴ്ചയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശക്തമായ കാറ്റ്, മറുവശത്ത് ഐസ് വലിയ തോതിൽ അടിഞ്ഞുകൂടുന്നു. ഹാലിഫാക്സിന് സമീപമുള്ള മഞ്ഞുമൂടിയ റോഡുകളിൽ നിന്ന് 2 ഫയർ ട്രക്കുകൾ തെന്നിമാറി. 2022 ശേഷം ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. നിരത്തിലെ മഞ്ഞ് മുഴുവനായി നീക്കം ചെയ്യണമെങ്കിൽ ഇനി ഏകദേശം 3 ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് ശുചീകരണ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്നത്. കാനഡയിലെ പ്രാദേശിക സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു ഇന്നലെ സംഭവിച്ച അപകടം. അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഒന്റാറിയയിലെ എയർ ആംബുലൻസ് ദാതാവായ ഓറഞ്ച് എയർ ആംബുലൻസ് 3 രോഗികളെ പെട്ടെന്ന് തന്നെ ടൊറന്റോ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. വിമാനത്തിനുള്ളിലെ കാഴ്ചകളും ഇപ്പോൾ നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട്. എന്റെ വിമാനം തകർന്നു, ഞാൻ തലകീഴായി എന്നൊക്കെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത ചിലർ ബന്ധുക്കൾക്ക് അയക്കുകയും ചെയ്തു. ഈ നിമിഷങ്ങളിൽ പേടിച്ചരണ്ട യാത്രക്കാർ പലവിധ ഭയാശങ്കകൾ ഉയർത്തി. ഇത് ഒരു ഗുരുതരമായ സംഭവമാണെന്ന് എക്സിൽ ഗതാഗത മന്ത്രി അനിത ആനന്ദ് കുറിച്ചു. ടൊറന്റോയിൽ സംഭവിച്ച അപകടത്തിൽ അന്വേഷണത്തിന് US ഉദ്യോഗസ്ഥരും പങ്കുചേരുമെന്ന് അമേരിക്ക കാനഡയോട് പറഞ്ഞു. അപകടത്തെ തുടർന്ന് ടൊറന്റോയിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്നലെ ക്യുബക്കിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിരുന്നു. വിമാനം തലകീഴായി താഴേക്ക് മറിഞ്ഞു, പിന്നീട് ഇത് കത്തുന്നു. ടൊറന്റോ റൺവേ അപകടത്തിന് ശേഷമുള്ള രംഗം തൊട്ടുമുകളിലുണ്ടായിരുന്ന ഹെലികോപ്റ്റർ പൈലറ്റ് വിശദീകരിച്ചതങ്ങനെ. ഡെൽറ്റ എയർലൈൻ വിമാനം തകർന്നു വീഴുമ്പോൾ തൊട്ടുമുകളിൽ ഒരു മെഡിക്കൽ ഹെലികോപ്റ്റർ. അതിലെ പൈലറ്റാണ് ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ പിന്നീട് പറഞ്ഞത്. വടക്കേ അറ്റത്തേക്ക് ഇറങ്ങാനും ആവശ്യമെങ്കിൽ ഈ അപകടത്തിൽ സഹായിക്കാനും ഞങ്ങൾക്ക് ഓപ്പറേഷൻസ് കൺട്രോൾ സെന്ററിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നു. ഓരോ വിമാനാപകടവും നമ്മെ നടുക്കിക്കളയുന്നു. പ്രത്യേകിച്ച് മഞ്ഞുവീണ കൊടും കാറ്റ് നിറഞ്ഞ ഇക്കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥയിൽ ടൊറന്റോ പിയേഴ്സണിൽ സംഭവിച്ച ഈ അപകടം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.